കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് അസ്വസ്ഥതകൾ നമ്മളുടെ ആരുടെയും അനുവാദം കൂടാതെ കടന്നു വരുന്നതാണ്. നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റിയില്ല. കടൽ തീരത്തെ തിരമാല കണക്കെ ഒന്നിനും പുറകെ ഒന്നായി തീരത്തേക്ക് ആഞ്ഞടിക്കുന്നത് പോലെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ വിധിക്കപ്പെട്ട ജീവിതങ്ങളായിരിക്കാം എൻ്റെയും നിങ്ങളുടേതും. ഒരിക്കലൊരു കുടുംബനാഥൻ്റെ ഒരു മരണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. അതിനേക്കാളും ഉപരിയായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാൻ കടപ്പെട്ട സഹോദരങ്ങൾ, ബന്ധുക്കൾ മാറി നിൽക്കുന്നൊരവസ്ഥ. വീട് ജപ്തി ചെയ്യേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. നോട്ടീസ് ഒട്ടിക്കാനായിട്ട് ഇടവന്നു. ജീവിതത്തിൽ നല്ല നിലയിൽ താമസിച്ച് ജീവിച്ചു പോകുന്ന ആ കുടുംബം പ്രാർത്ഥനയിലൊക്കെ ദൈവത്തിനോട് വളരെയധികം ചേർന്ന കുടുംബമായിരുന്നു. ആ കുടുംബത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഒരു വലിയൊരു അവസ്ഥ. എന്നാൽ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ആ കുടുംബം പറയുകയാണ്, വീട് ജപ്തി ചെയ്തു പോകേണ്ടതായിരുന്നു, ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അല്പസമയം മുമ്പ് അവർ വന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതെല്ലാം ആ ബാങ്കുകളിൽ നിന്നെല്ലാം അതെല്ലാം ശരിയായി, ഒരു 35 ലക്ഷത്തോളം അതുകൊണ്ട് ലാഭമുണ്ടായി, ഞങ്ങൾക്കതെല്ലാം ഒരു കുഴപ്പം കൂടാതെ അടച്ചു തീർക്കുവാൻ കഴിയാവുന്ന വിധത്തിലായി. പക്ഷേ ഈ കുടുംബം കടന്നുപോയ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഒരുപാട് തിക്താനുഭവങ്ങളായിരുന്നു. പക്ഷെ ആ സമയങ്ങളിൽ അവർ കർത്താവിനെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലൊക്കെ വഴുതി പോകും, നമ്മൾ വീഴാറായി എന്ന് തോന്നും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ബാധ്യതകൾ വരുമ്പോൾ, നാം ആകെ അസ്വസ്ഥരാകുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമുക്ക് ഈ ഭൂമിയിൽ സഹായിക്കുവാൻ ദൈവം തന്നെയാണുള്ളത്. ആ ദൈവം അനുവദിക്കാതെ ഈ സഹനങ്ങൾ കടന്നു പോവുകയില്ല. പക്ഷേ ദൈവം നമ്മെ കരം പിടിച്ച് സഹായിക്കും. സങ്കീർത്തന പുസ്തകം 94 അധ്യായം അതിൽ 18 തിരുവചനത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ചിലപ്പോഴൊക്കെ നമ്മൾ കാലൊക്കെ വഴുതി പോകും എന്നും വീഴാറായി എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും അവസാന നിമിഷത്തിൽ ദൈവം നമ്മെ താങ്ങി നിർത്തും. അങ്ങനെ ഒരു പ്രത്യാശ നമുക്കുണ്ടാകണം. ദൈവം നമ്മൾ വീഴാൻ അനുവദിക്കില്ല, നമ്മൾ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. ഒരിക്കലും നമ്മൾ വീണു പോവുകയില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിൽ വീണ് വയ്യാതായാലും അവിടെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. കർത്താവായ ഈശോയെ, ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് നീ തന്നെ ഒരു വലിയൊരു പ്രത്യാശ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവെ, വീഴുന്നു എന്ന് തോന്നുമ്പോൾ അവരെ വീഴാതിരിക്കുവാൻ നിൻ്റെ കാക്കുന്ന കരങ്ങൾ, താങ്ങുന്ന കരങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ, ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ, കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ, കരുണ തുളുമ്പും ഹൃത്തടമേ, പൊൻകിരണങ്ങൾ തൂകിടണേ, കരുണ തുളുമ്പും ഹൃത്തടമേ, പൊൻകിരണങ്ങൾ തൂകിടണേ, കരുണ കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ.